റിലേഷൻഷിപ്പിലെ സോഷ്യൽ സ്ട്രക്ചർ, ഇപ്പം പണ്ട് രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ ആവശ്യം കൂടിയായിരുന്നു ദേ ഷുഡ് ബി ടുഗദർ എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ പീപ്പിൾ ടു മൂവ് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇപ്പം പഴയ കാലത്തെ റിലേഷൻഷിപ്പ് നോക്കിയാലും ഇന്നത്തെ ട്രോമയും അബ്യൂസും ഒക്കെ അന്നും ഉണ്ട്. പക്ഷെ അന്ന് ആൾക്കാർ ഇതിൽ നിന്ന് പോയാലേ പറ്റൂ, എനിക്കിതിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും. സ്ത്രീകൾ അന്നേരം ചിന്തിക്കുമായിരുന്നു, എനിക്ക് മുമ്പോട്ട് പോയാൽ നോ വൺ ഇസ് ഗോയിങ് ടു അക്സെപ്റ്റ് മീ, എനിക്കെന്നെ തിരിച്ചെൻ്റെ വീട്ടിൽ പോലും കയറാൻ പറ്റില്ല, എനിക്കൊരു ജോബ് കിട്ടില്ല, ഐ എം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് എന്ന് അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ആൾക്കാരാണ്, സ്ത്രീകൾ എസ്പെഷ്യലി ചിന്തിക്കുമായിരുന്നു. ഇന്നിപ്പോൾ കാലം മാറി. ഇന്നിപ്പം പുരുഷനെ പോലെ തന്നെ സ്ത്രീകളും എഡ്യൂക്കേറ്റഡ് ആയി, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയി, ഫിനാൻഷ്യലി രണ്ടുപേരും തമ്മിൽ കൂടുതലും കുറഞ്ഞതൊന്നുമില്ല. ഇറ്റ്സ് ദ സെയിം. ആൻഡ് സോ നാച്ചുറലി ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ദാറ്റ് ഐ ഹാവ് മൈ ഫ്രീഡം ടു ബി മൈ സെൽഫ്. ആൻഡ് പ്ലസ് സൊസൈറ്റിയുടെ ആ ഒരു ഗ്രിപ്പും ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ പോലും അച്ഛനും അമ്മയും ഇടപെട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ബട്ട് എന്നാൽ മുമ്പോട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെ, പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റി തന്നെ, ഫാമിലിയിൽ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ട് നടക്കേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെയും എൻ്റെ പാർട്ട്ണറിൻ്റെയുമായി മാറി.